നമ്മൾ ഇനി പോകുന്നത് പാലക്കാട് CPIM ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലേക്കാണ് തത്സമയം. അതിലൂടെ ഷാഫിയുടെ ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുമെന്ന ഒരു ആഹ്ലാദത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. അതായത് BJPയും കോൺഗ്രസിൻ്റെയും രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ BJPക്ക് വോട്ട് മറിച്ചു കൊടുക്കാനുള്ള എല്ലാ നിലയ്ക്കുള്ള അവരുടെ തീരുമാനവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ അതുകൊണ്ടൊന്നും ഈ മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും ജയിക്കാൻ പോകുന്നില്ല. ഇത്തവണ വലിയ തോതിലുള്ള മുന്നേറ്റം, ആ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പോളിംഗ് നടന്ന് തീരുന്നതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വലിയ വിജയം ഇതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവാൻ പോവുകയാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ വർധനവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും. 20% വോട്ടായിരുന്നു കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2021 കിട്ടിയത്. നല്ല രൂപത്തിലുള്ള ഒരു വർധനവായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവുക. BJPയുടെ വോട്ട് വലിയ രൂപത്തിലുള്ള തകർച്ചയായിരിക്കും മുനിസിപ്പാലിറ്റി നേരിടാൻ പോകുന്നത്. രാരിയിൽ അവർക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് 6000 വോട്ട് ലീഡ് ചെയ്യാൻ കഴിഞ്ഞ പഞ്ചായത്താണ്. ഇത്തവണ വലിയ ഇടിവായിരിക്കും അവർക്കുണ്ടാവുക. പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പ്രതികരണമാണ്. UDF ക്യാമ്പിൽ വലിയ ആശങ്കയുണ്ട്. എന്നാൽ LDF ആണ് ഈ വിഷയത്തിൽ വ്യാജ വോട്ട് തടയാനൊക്കെയുള്ള നടപടികളിലേക്ക് കടന്നത്. വ്യാജ വോട്ട് നടത്താൻ കഴിയാതെ പോയതിലുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലവിൽ UDFനും BJPക്കും ഉള്ളത് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.